ഇന്നലെ അനിൽ ആൻ്റണിയുടെ ഒരു പ്രസ്താവന കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ മുൻ മുഖ്യമന്ത്രി, എൻ്റെ മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി, എൻ്റെ പ്രതിപക്ഷ നേതാവ്, ഇതൊക്കെയായിരുന്ന കേരളത്തിൻ്റെ സ്വന്തം പുത്രൻ അന്തോണിച്ചായൻ ശിഷ്ടകാലം പാകിസ്ഥാനിൽ പോകണമെന്ന് പറഞ്ഞ് സ്വന്തം സീമന്തപുത്രൻ ആട്ടിയിറക്കിയത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എത്ര ശ്രമിച്ചിട്ടും വിഷമം അടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊരു മകൻ സൃഷ്ടിച്ച സ്വന്തം അപ്പനോട് ചെയ്യുമോ? എത്ര വിരോധമുണ്ടെങ്കിലും ശത്രു രാജ്യത്തേക്ക് തള്ളിവിടുമോ? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്കൊരു സംശയം മാത്രമാണേ, അനിൽ ആൻ്റണി അന്തോണിച്ചൻ്റെ മകനല്ലേ? ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കരുതിയിരുന്നത് അന്തോണിച്ചായൻ്റെ മൂത്ത മകൻ അനിൽ ആൻ്റണി എന്നാണ്. ഇനി അങ്ങനെ അല്ല എന്ന് വല്ലതും ഉണ്ടോ? എളിയ മനസ്സിൽ തോന്നിയ സംശയമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു മകൻ? ഇവിടെ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല, കോൺഗ്രസ്സുകാർ രാജ്യം വിട്ട് പാകിസ്ഥാനിൽ പോകുന്നതാണ് നല്ലതെന്നാണ് അനിൽ ആൻ്റണി ഒരു ചാനലിനോട് സംസാരിച്ചത്. എ.കെ. ആൻ്റണി UDF വേണ്ടി പത്തനംതിട്ടയിൽ പ്രസംഗിക്കാൻ വരുന്ന കാര്യം ആ മാധ്യമപ്രവർത്തകൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ രാജ്യസ്നേഹിയായ ഒരു വ്യക്തിയും രാജ്യദ്രോഹിയായ ആൻ്റോ ആൻ്റണിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പത്തനംതിട്ടയിൽ വരില്ലെന്ന് അനിൽ ആൻ്റണി പറഞ്ഞു. അപ്പോൾ അന്തോണിച്ചായൻ രാജ്യസ്നേഹിയുമല്ലെന്ന് സ്വന്തം പുത്രൻ വരെ പറഞ്ഞു. വേറെ ആരുമല്ലല്ലോ പറഞ്ഞത്, സ്വന്തം മകനല്ലേ? അപ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഇതെന്താ അനിലെ നേരത്തെ പറയാതിരുന്നത്? ബാക്കി കൂടി സമയം കിട്ടുമ്പോൾ പറയണേ. എന്തായാലും രാജ്യസ്നേഹിയല്ല എന്ന് പറഞ്ഞു. സ്വന്തം വീടിനെയും കുടുംബത്തെയും, അതായത് ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുമായിരുന്നോ അന്തോണിച്ചൻ? അനിലിനാകുമ്പോൾ കൃത്യമായി അറിയാമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ജനിച്ചു വീണ നാൾ മുതൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ പൊതുഖജനാവിൻ്റെ ചിലവിൽ വളർന്നവനൊക്കെ ഇത് പറയണം. കാരണം തിന്ന ചോറിന് നന്ദി കാണിക്കണമല്ലോ. സ്വന്തം തന്തയെ വരെ തള്ളിപ്പറഞ്ഞു. അതെങ്ങനെ തലയിലുള്ളത് ചാണകമല്ലേ? പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാതിരിക്കും? കഷ്ടം. ഇങ്ങനെയുള്ളവനെ സൃഷ്ടിച്ച ആ സൃഷ്ടികർത്താവിനെ വേണം പുളിങ്കമ്പെടുത്ത് ജൗളി പൊക്കി നല്ല പെടപ്പ് കൊടുക്കാൻ. ഇതുപോലുള്ള പാമ്പിനെയൊക്കെ പാല് കൊടുത്ത് വളർത്തുന്നതിന് പകരം നായ്ക്കളെ വളർത്തിയാൽ അത് വല്ലപ്പോഴുമെങ്കിലും വാലാട്ടി നന്ദി കാണിക്കും. ബെസ്റ്റ് മകനും നല്ല അപ്പനും അല്ലേ? ഇതിനാ പണ്ടുള്ളവർ പറയുന്നത്, ആ സമയത്ത് 10 വാഴ വച്ചിരുന്നേൽ 10 വെട്ടാമായിരുന്നെന്ന്.